സെഗ്മെൻ്റാണ് ഫയർ പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം, ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം ഇതെല്ലാം ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് മുമ്പ് ഫയർ എന്താണെന്നും അല്ലെങ്കിൽ ഫയറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. എന്തൊക്കെ ടൈപ്പ് ഫയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഫയർ ഫൈറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതിലൊന്ന് പറയാനുണ്ട്. അപ്പോൾ ഫയർ പ്രൊട്ടക്ഷൻ സിസ്റ്റം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ആക്റ്റീവ് പാർട്ടും പാസീവ് പാർട്ടും. അപ്പോൾ ആക്റ്റീവ് പാർട്ടിൽ വരുന്നത് ഒന്ന് ഫയർ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നു. സ്മോക്ക് ഡിറ്റക്റ്റേഴ്സോ അങ്ങനെയുള്ള സ്മോക്കൊക്കെ വരുമ്പോൾ തന്നെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഇതാണ് ഡിറ്റക്ഷൻ പാർട്ടിൽ വരുന്നത്. സപ്രഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫയർ സപ്രസ് ചെയ്യുക, അതിനെ എത്രയും പെട്ടെന്ന് അടിച്ചമർത്തുക. നമ്മൾ ഹൈഡ്രൻസും ഫയർ എക്സ്റ്റിങ്ക്വിഷർ പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക. പാസീവ് പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നു, നമ്മുടെ ഫയർ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്യുന്നു, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഫയർ സപ്രഷൻ സിസ്റ്റത്തിൽ പല രീതിയിൽ പോകും. ഫയർ എക്സ്റ്റിങ്ക്വിഷർ യൂസ് ചെയ്യും, ഹോസ് റീൽസ് ഉപയോഗിക്കും, ഡ്രൈ റൈസർ, വെറ്റ് റൈസർ, സ്പ്രിംഗ്ലേഴ്സ്, ഗ്യാസ് സപ്രഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പതുക്കെ വിശദമായിട്ട് പോവാം. അപ്പോൾ അതിൽ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫയറുകളുടെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് പറഞ്ഞു തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറിലെ ക്ലാസ് എ തൊട്ട് ABCDE വരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡിപ്പെൻഡിങ് ഓൺ പല കാര്യങ്ങളാണ്. ഒന്ന് മീഡിയം ലൈറ്റ് ഹൈ ഹസാർഡാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ ബേസ് ചെയ്തും അങ്ങനെ പല കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ മെയിൻലി എക്സ്റ്റിങ്ക്വിഷർ ക്ലാസ് എ എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള സാധനങ്ങൾ, അതായത് നമ്മുടെ മരമോ പേപ്പറോ ക്ലോത്തോ അങ്ങനെയുള്ള സാധനങ്ങൾ കത്തി പിടിച്ചാൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്സ്റ്റിങ്ക്വിഷറായിരിക്കും ക്ലാസ് എയിൽ യൂസ് ചെയ്യുന്നത്, ക്ലാസ് എ ഫയേഴ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫയേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയേഴ്സാണ് മെയിൻലി ഇപ്പോൾ പറയുന്നത്. അതിന് യൂസ് ചെയ്യുന്ന എക്സ്റ്റിങ്ക്വിഷറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വുഡ്, റബ്ബർ, പ്ലാസ്റ്റിക് ഇതെല്ലാം ഒരു ക്ലാസ് എയിൽ പെടുന്നതാണ്, അതിൽ പിടിക്കുന്ന ഫയർ. ഇനി ക്ലാസ് ബിയിൽ വരുന്നത് ഫ്ലെയിമബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്, ഗ്രീസ് അങ്ങനെയുള്ള സാധനങ്ങളാണ്, ഗ്യാസോലിൻ പോലത്തെ സാധനങ്ങളാണ് ക്ലാസ് ബി ഫയേഴ്സിൽ വരുന്നത്. ക്ലാസ് സിയിൽ ഫ്ലെയിമബിൾ ഗ്യാസസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ LPG, ബ്യൂത്തെയിൻ, മീത്തെയിൻ, ഹൈഡ്രജൻ അങ്ങനെയുള്ള സാധനങ്ങൾ അതിൽ പെടും. ക്ലാസ് ഡി വരുന്നത് ഫ്ലെയിമബിൾ ആയിട്ടുള്ള മെറ്റൽസ് ആണ്. മെറ്റൽസ് എന്ന് പറയുമ്പോൾ മാഗ്നീഷ്യം, ടൈറ്റാനിയം, സിങ്ക്രോണിയം, പൊട്ടാസ്യം, ലിഥിയം, കാൽസ്യം, സിങ്ക് അങ്ങനെയുള്ള മെറ്റൽസാണ് ക്ലാസ് ഡിയിൽ പെടുന്നത്. അതിന് ഫയർ പിടിക്കുന്നതാണ് ക്ലാസ് ഡി പെടുന്നത്. നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അതിൽ ഫയർ പിടിക്കുന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും. ക്ലാസ് ഇ എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് സംഭവിക്കുന്ന ഫയറിനെയാണ് ഇ എന്ന് പറയുന്നത്. അപ്പോൾ E4 ഇലക്ട്രിക്കൽ അങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റാവുന്നതാണ്. കുക്കിംഗ് അപ്ലയൻസസിൽ വരുന്ന എന്തെങ്കിലും വിഷയം കൊണ്ടുണ്ടാകുന്ന ഫയറിനാണ് ക്ലാസ് കെയിലേക്ക് വച്ചേക്കുന്നത്. അപ്പോൾ അതിനെ സമ്മറൈസ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്, കണ്ടോ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ്, പ്ലാസ്റ്റിക്, ഫൈബർ അങ്ങനെയുള്ള സാധനങ്ങൾ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, ഗ്യാസോലിൻ പോലത്തെ സാധനങ്ങൾ. സി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് പോലത്തെ സാധനങ്ങളും. ഡി എന്ന് പറയുമ്പോൾ കമ്പസ്റ്റബിൾ മെറ്റൽസ്, മാഗ്നീഷ്യം, പൊട്ടാസ്യം പോലത്തെ സാധനങ്ങൾ. ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടും. എഫ് എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഓയിൽസ് പോലത്തെ സാധനങ്ങൾ, കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വരുന്നതാണ്. മെയിൻലി കൊമേഴ്ഷ്യൽ കിച്ചണിലൊക്കെ ആയിരിക്കും അത്രയും ഹൈ റേഞ്ച് സാധനങ്ങൾ വരാൻ സാധ്യത. നമുക്ക് ഇത് എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് യൂസ് ചെയ്യേണ്ട ഓരോ ഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്. അത് ഓരോ ടൈപ്പ് ഫയറിനും ഓരോന്നായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റായിട്ട് യൂസ് ചെയ്താൽ ബലം കിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഫസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ വാട്ടർ ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ്. അത് യൂസ് ചെയ്യേണ്ടത് ക്ലാസ് എ ഫയർ, നമ്മൾ വുഡ് പോലത്തെ സാധനങ്ങളിൽ പറഞ്ഞു, അതാണ് ക്ലാസ് എ പെടുന്നത്. ഓക്കെ, അപ്പോൾ അതിലിങ്ങനെ അതിൻ്റെ ഒരു ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡിൽ കളർ കോഡിംഗ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഏത് ടൈപ്പാണെന്നൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് റെഡിലായിരിക്കും കിടക്കുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഫോം ടൈപ്പ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണ്ട് വിളിച്ചിരുന്നതിനെ ക്രീം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ അതിന് എയിനും ബിയിനും യൂസ് ചെയ്യാം ഈ ഫോം ടൈപ്പ്. ഇനി ഡ്രൈ പൗഡറാണ് അടുത്ത ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ക്ലാസ് ABC ഫയറിന്. കാർബൺ ഡയോക്സൈഡ് ടൈപ്പ് ഉണ്ട്, അത് എയിലും ബിയിലും യൂസ് ചെയ്യാം. എയിലും ലിമിറ്റഡ് യൂസും ബിയിലും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ വെറ്റ് കെമിക്കൽ ടൈപ്പ് ഉണ്ട്, അത് എയിലും എഫിലും യൂസ് ചെയ്യാം.
ഗ്രാഫൈറ്റ് പൗഡർ ടൈപ്പ് ഉണ്ട്, അത് എയിലും ഡിയിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സമ്മറി. കണ്ടോ, അതിൻ്റെ അകത്ത് നമ്മളിനി ഫയർ എക്സ്റ്റിങ്വിഷർ കാണുമ്പോൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കണ്ടോ AB എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ABC ആണ് ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഫോം ടൈപ്പ് എയിലും ബിയിലാണ് യൂസ് ചെയ്യുന്നത്. ലൈവ് എക്യുപ്മെൻറ്റിൽ യൂസ് ചെയ്യരുതെന്ന് ചില സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഡു നോട്ട് യൂസ് ഓൺ എന്ന് പറഞ്ഞതിൽ ഡു നോട്ട് യൂസ് ഓൺ എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാർബൺ ടൈപ്പ് കൂടുതൽ നമ്മൾ ഇലക്ട്രിക്കൽ റൂമിൻ്റെ ഒക്കെ അവിടെ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഇതിവിടെ കാണിച്ചേക്കുന്നത്. പിന്നെ വെറ്റ് ടൈപ്പ് നമ്മുടെ കുക്കിംഗ് ഓയിൽ അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിൽ തന്നെ Aയും Fലൊക്കെയാണ് വരുന്നത്. ഇത് അതേപോലൊരു സമ്മറി തന്നെ എഴുതിയേക്കുന്നത്. നമ്മുടെ A ടൈപ്പിൽ മിക്കത് ഓൾമോസ്റ്റ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. A ടൈപ്പിൽ നമുക്ക് വാട്ടർ ടൈപ്പ്, ഫോം ടൈപ്പും പൗഡർ ടൈപ്പ് CO2 യൂസ് ചെയ്യില്ല, വെറ്റ് കെമിക്കലും യൂസ് ചെയ്യാറുണ്ട്. B ടൈപ്പ് ഫ്ലെയിം, ലിക്വിഡിൽ പിടിക്കുന്ന ഫ്ലെയിമിൽ ഫോം ടൈപ്പോ പൗഡർ ടൈപ്പോ കാർബണോ യൂസ് ചെയ്യാം. C ടൈപ്പ് ഗ്യാഷ്യസ് ഫയറിൽ നമ്മൾ പൗഡർ ടൈപ്പ് തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ, വേറൊന്നും യൂസ് ചെയ്യരുത്. കിച്ചൺ ടൈപ്പ് ഓയിലിൻ്റെ ഇതൊക്കെ വരുന്നതിൽ വെറ്റ് കെമിക്കൽ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഇതിന് വരുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പൗഡർ ടൈപ്പ് അല്ലെങ്കിൽ കാർബൺ ടൈപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ വാട്ടർ ടൈപ്പിൻ്റെ അകത്ത് ശരിക്കും പ്രഷറൈസ്ഡ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മെറ്റീരിയലിനെ കൂൾ ചെയ്യുന്നത് ഹീറ്റ് അബ്സോർവ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ക്ലാസ് A ഫയറിലാണ് അത് എഫക്റ്റീവായിട്ട് വരുന്നതെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കുറച്ച് പൈസ കുറവാണ്, ഹാംലെസ്, ഈസി ടു ക്ലീൻ അപ്പാണിത്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഡേൺ ആയിട്ടുള്ള ഇലക്ട്രോണിക് ടൈപ്പ് എക്യുപ്മെൻറ്റ്സിലൊക്കെ ഫയർ വന്നാൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ എക്യുപ്മെൻറ്റ് നശിക്കപ്പെടും. പിന്നെ കാർബൺ ഡയോക്സൈഡ് ടൈപ്പാണ് അടുത്ത് വരുന്ന CO2 ടൈപ്പ്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കാണാൻ മനസ്സിലാവുന്ന ഒരു ലാർജ് നോസിലുണ്ടാവും. അതിൻ്റെ ഇങ്ങനത്തെ നോസിലൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ 15 മുതൽ 85 പൗണ്ട് വരെയൊക്കെ അതിൻ്റെ വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രഷർ ഗേജ് ഉണ്ടാവില്ല അതിൻ്റെ അകത്ത്. അതിൻ്റെ എമൗണ്ട് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വെയ് ചെയ്ത് നോക്കേണ്ടി വരും. BCE മുതലായ ഫയറിനാണിത് യൂസ് ചെയ്യുന്നത്. ഡ്രൈ കെമിക്കൽ ഇതിൽ സോഡിയം കാർബണേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. B&C ഫയേഴ്സിനാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഫയറിൻ്റെ കെമിക്കൽ റിയാക്ഷനാണ് അത് ബേസിക്കലി തടയുന്നത്. കിച്ചണിൻ്റെ ഇതിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈ കെമിക്കൽ കാട്രിഡ്ജ് യൂണിറ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് A, B, C and D ക്ലാസ്സസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. അത് നോർമലിനേക്കാളും ചെറിയ വ്യത്യാസമുണ്ട്. അതിൽ കാട്രിഡ്ജ് മറ്റേ ഒരു ചെറിയൊരു യൂണിറ്റായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ABC ഡ്രൈ കെമിക്കൽ ടൈപ്പ് ഉണ്ട്. അതും ഈ പറഞ്ഞ ABC എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ഇതിന് വേണ്ടിയാണ്, ഫയറിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിന് നാരോ ആയിട്ടുള്ള നോസിലായിരിക്കും, ഷോർട്ട് നോസിലായിരിക്കും. ക്ലാസ് Dയിൽ ഉപയോഗിക്കുന്നതാണ് ക്ലാസ് D എക്സ്റ്റിങ്വിഷർ. അതിൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പോൾ സോഡിയം ക്ലോറൈഡ് സോൾട്ട് പ്ലാസ്റ്റിക് അഡിക്റ്റീവ് ഉണ്ടാവും. ആ പ്ലാസ്റ്റിക് മെൽട്ടായി ഓക്സിജൻ ആവും, എന്നിട്ട് സോൾട്ട് വഴി പോകും. അപ്പോൾ നമ്മുടെ സോഡിയം, പൊട്ടാസ്യം അങ്ങനത്തെ ഉള്ള മെറ്റൽസിനൊക്കെ തീ പിടിക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാം. അതിനൊരു ലോ വെലോസിറ്റി ടൈപ്പ് നോസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. ആ നോസിലിൻ്റെ ഇത് ഇവിടെ കാണിച്ചേക്കണ കാണാം. അപ്പോൾ ഇതിൽ പതുക്കെ കുറേ വോളിയം ഓഫ് സാധനം അപ്ലൈ ചെയ്താണ് തീ കെടുത്താൻ നോക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും വലിയ നോസിൽ കൊടുത്തത്. ക്ലാസ് K എന്ന് പറഞ്ഞാൽ വെറ്റ് കെമിക്കൽ എക്സ്റ്റിങ്വിഷേഴ്സാണ്. ഓക്കെ. അപ്പോൾ അതിലുണ്ടാകുന്ന പൊട്ടാസ്യം അസറ്റേറ്റ് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. അത് ലോ pH വാല്യൂ ഉള്ളൊരു ഏജൻറ്റാണ്. പിന്നെയുള്ളത് വാട്ടർ മിസ്റ്റ് ടൈപ്പാണ്. അതിൽ ചെറിയ നോസിൽ പോലെ അതുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇൻ കേസ് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ച് കണ്ടക്ട് ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ഒരു സ്ട്രീം ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ നോസിൽ രൂപകൽപ്പന ചെയ്തേക്കുന്നത്. അത് A&Cയിലാണ് യൂസ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ പോലത്തെ സ്ഥലങ്ങളിലും യൂസ് ചെയ്യാറുണ്ട്. അത് മെയിൻലി അത് ഒരു ഹാംലെസ്സും നോൺ കണ്ടാമിനൻ്റ് ആയിട്ടുള്ള സാധനമാണ്, അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഹാലോജൻ ആൻഡ് റീപ്ലേസ്മെൻറ്റ് ഏജൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് കെമിക്കൽ റിയാക്ഷൻ വെച്ച് ഫയറിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ ഫോം എക്സ്റ്റിങ്ക്വിഷേഴ്സ് വരുന്നുണ്ട്. സിന്തറ്റിക് ആൻഡ് പ്രോട്ടീനാണ്, 2 ടൈപ്പാണ്. ക്ലാസ് എ ആൻഡ് ബിയിലാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സിന്തറ്റിക് ഫോംസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. അക്വസ് ഫിലിം ഫോമിങ് ഫോംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആൽക്കഹോൾ റെസിസ്റ്റൻറ്റ് അക്വസ് ഫിലിം ഫോമിങ് ഫോം എന്ന് പറഞ്ഞ 2 ടൈപ്പ് അതിൻ്റെ അകത്തുണ്ട്. അത് വാട്ടർ ബേസ്ഡ് ആണ്. അതിൽ ഹൈഡ്രോ കാർബൺ ബേസ്ഡ് സൾഫൻ ഉണ്ടാവും. അങ്ങനെ കുറച്ച് കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വയ്ക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. പിന്നെ പ്രോട്ടീൻ ഫോംസിൽ FFP ഫോംസും ARFP ഫോംസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല ടൈപ്പിലുള്ള സാധനങ്ങളുണ്ട്.